ഇന്ന് രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോകണമായിരുന്നു, സിറ്റിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയത് വേറെ എങ്ങോട്ടും പോകാനല്ല, ദാ ഇയാളെയും കൊണ്ടൊരു സ്ഥലം വരെ പോകണം. ഇയാളുമായിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ വേറെ എങ്ങോട്ടുമല്ല, ആളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റൽ വരെ പോകാം കേട്ടോ. ആൾ 2-3 ദിവസം കൊണ്ട് ഭയങ്കര ക്ഷീണമൊക്കെയാണ്, ആഹാരമൊക്കെ കഴിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചെന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ അവൾ ആദ്യമേ താണ്ട് ആട്ടയിൽ ചാടി കയറി ഇരിപ്പുണ്ട്. അപ്പോൾ ആൾക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ആട്ടയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യാനും കാഴ്ചയൊക്കെ കണ്ടു പോകാനൊക്കെ. അപ്പോൾ പിള്ളേരെ കൊണ്ടുപോകണില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങി. അപ്പോൾ പിള്ളേരൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ അവർ എണീക്കുന്നതിന് മുമ്പ് തിരിച്ചു വരണം, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. താണ്ട് തലയൊക്കെ ഇട്ട് ഇങ്ങനെ വെളിയിലെ കാഴ്ചകളൊക്കെ കണ്ടു പോവാണ് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ, ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഞങ്ങളെ കൂടെ ആദ്യമേ ചാടി കയറിയിരിക്കും. എന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളങ്ങനെ മിക്കയിടത്ത് പോകുമ്പോഴും അവളെ കൊണ്ടുപോകാറുമുണ്ട്. കൂടുതലും കൊല്ലത്തോട്ട് പോകുമ്പോൾ മാത്രമാണ് കേട്ടോ കൊണ്ടുപോകാത്തത്. കാരണം ഇത്രയും ദൂരെയൊക്കെ പോകുന്നത് കൊണ്ടും 2 ദിവസം നിന്നിട്ടൊക്കെ വരത്തുള്ളൂ, അതുകൊണ്ടൊക്കെ. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ വന്ന പാടെ ആൾക്കൊരു ചെറിയൊരു വെപ്രാളമൊക്കെ തുടങ്ങി. അപ്പോൾ ദാണ്ടെ പുതിയ പുതിയ ആളുകളൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആൾ ഭയങ്കര കുസൃതിയായിരുന്നു. അങ്ങനെ അവനെ കുറച്ച് നേരം നോക്കിയിരുന്നു. അവനാണോ അവളാണോ എന്നറിയത്തില്ല. അപ്പോഴാണ് അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് ദാണ്ടെ പുതിയ പുതിയ ആൾക്കാർ കേട്ടോ. അപ്പോൾ അതിൽ വേറൊരാൾ നിൽക്കുന്നു. ഇയാൾ കുറച്ച് ടെററാണ് കേട്ടോ. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടു, മരുന്നൊക്കെ എഴുതി തന്നു. എല്ലാം ഓക്കെയാണ്. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട്.